അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു ആ ഗാസ ഏറ്റെടുക്കാൻ പോവുകയാണ്. അവിടെയുള്ള ആൾക്കാരെ പുറത്താക്കും, അല്ലെ അവർ മാറിപ്പോകണം. ഒന്ന്. രണ്ട്, പറഞ്ഞു കഴിഞ്ഞു അവർക്ക് ഈജിപ്തിലും പോകാം, ജോർദാനിലും പോകാം. അപ്പം പബ്ലിക്കിൻ്റെ മുമ്പിൽ ജോർദാനും ഈജിപ്തും പറയുന്ന കഥയൊന്ന്, പക്ഷേ അതിൻ്റെ അകത്ത് കിടക്കുന്ന കഥ വ്യത്യസ്തമാണ്. ഇപ്പം അറബ് ലീഗിനകത്ത് എല്ലാവരും ഈ അമേരിക്കൻ പ്രസിഡന്റ് സംഭവത്തെ തള്ളിക്കളഞ്ഞു. നിങ്ങളെല്ലാം കേട്ടതാണ് ഈ പത്രപ്രസ്താവന. പക്ഷേ ഇന്റേണലി എന്താ ഉണ്ടായത്? മാർക്ക് റൂബിയോയുമായിട്ട് ചർച്ച നടത്തിയപ്പോൾ ഇന്റേണലി എന്താണ് ഉണ്ടായത്? അതായത് മാർക്ക് റൂബിയോ ഈ ഉക്രൈൻ വിഷയവുമായി ബന്ധപ്പെട്ട് സൗദിയിൽ ചർച്ച നടത്താൻ വരുന്നു. ഇപ്പോൾ സൗദി പ്രിൻസുമായിട്ടോ അവിടുത്തെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ഡിസ്കഷൻ നടത്തി. അതിൻ്റെ സെക്കൻഡ് സ്റ്റേജാണ് ഹൂത്തികൾക്കെതിരെ അറ്റാക്ക് നടത്തുന്ന അമേരിക്ക. അതാദ്യം മനസ്സിലാക്കുക. കാരണം നിങ്ങൾ ഈ ചിലത് പുറത്ത് കാണുന്നതല്ല യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഇവർ തമ്മിൽ ബാക്ക് ഡോറും മറ്റു പല ടോക്സ് ഉണ്ട്, അത് പുറത്തൊന്നും കാണില്ല. അവിടെയുള്ള ടോക്സിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സൗദി അറേബ്യയും യു എയുടെയും അവരോടും പറഞ്ഞു ഹമാസിനെ അറ്റാക്ക് ചെയ്യാൻ പോവുക വീണ്ടും ഇസ്രായേൽ. അപ്പം അതിൻ്റെ ആകെത്തുകയെന്ന് പറയുന്നത് നമ്മളിപ്പം ക്ലവറായിട്ട് ഇതിൻ്റെ നോർമലായിട്ട് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. എന്താണ് അവരുടെ ഉദ്ദേശ ലക്ഷ്യം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും? അതിനെ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെ ആ തീരുമാനത്തെ, അതായത് റിവേഴ്സൈഡായിട്ട് ഗാസയെ മാറ്റിയെടുക്കുക, എക്കണോമിക്കൽ ഹബ്ബാക്കി മാറ്റിയെടുക്കുക, സമാധാനം സൃഷ്ടിച്ചെടുക്കുക, അമേരിക്കയുടെ കസ്റ്റഡിയിലായിരിക്കും. അതിനെ അകത്തൂടെ, കാരണം പുറത്തൂടെ പറയാതെ ഏറ്റവും കൂടുതൽ പിന്താങ്ങിയിരിക്കുന്നത് സൗദിയും യു എ ആണ്.